വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 23 അധ്യായം 12 വാക്യം. അന്നു മുതൽ ഹെറോദേസും പീലാത്തോസും പരസ്പരം സ്നേഹിതന്മാരായി. മുമ്പ് അവർ ശത്രുതയിലാണ് കഴിഞ്ഞിരുന്നത്. ഹെറോദോസ് അന്തിപ്പാസിൻ്റെയും പന്തിയോസ് പീലാത്തോസിൻ്റെയും സ്വഭാവത്തിലും പശ്ചാത്തലത്തിലും വ്യത്യസ്തതകളുണ്ട്. ഒരാൾ യൂദയ പ്രദേശത്തെ ഭരണാധികാരിയാണ്, മറ്റൊരാൾ റോമൻ സാമ്രാജ്യത്തിൻ്റെ പ്രതിനിധിയായി ഗവർണറാണ്. എന്നാൽ ഈശോയെ വിധിക്കുന്ന സാഹചര്യത്തിൽ അവർ തമ്മിലുള്ള പഴയ വൈരാഗ്യം മാറി സ്നേഹിതന്മാരായി മാറുന്നു. സത്യത്തോടുള്ള വിരോധം ചിലപ്പോൾ വ്യത്യസ്ത സ്വഭാവക്കാരെയും ഒന്നിപ്പിക്കും. അധികാരം, സ്വാർത്ഥത, ഭയം ഇവയാണ് പലപ്പോഴും ഇത്തരം കൂട്ടുകെട്ടുകളുടെ അടിസ്ഥാനം. ഇത്തരം ബന്ധങ്ങൾ സാധാരണയായി സ്ഥിരതയുള്ളതല്ല. അവ ലക്ഷ്യം പൂർത്തിയാകുന്നതുവരെ മാത്രം നിലനിൽക്കും. താൽക്കാലിക കാര്യസാധ്യങ്ങൾക്കായി ഉണ്ടാകുന്ന കൂട്ടുകെട്ടുകൾ മനുഷ്യചരിത്രത്തിലുടനീളം നാം കാണുന്ന ഒന്നാണ്. അധികാരം നിലനിർത്താനും നഷ്ടം ഒഴിവാക്കാനും ആളുകൾ തങ്ങളുടെ മൂല്യങ്ങൾ പോലും വിട്ടുകൊടുക്കും. ക്രിസ്തീയ ദർശനത്തിൽ ഇതൊരു മുന്നറിയിപ്പാണ്. സത്യത്തെയും നീതിയെയും വിട്ടുണ്ടാക്കുന്ന ഐക്യം പുറമേ ശക്തമാകും എന്ന പോലെ തോന്നാം, പക്ഷെ അതിനുള്ളിൽ സ്ഥിരതയോ സമാധാനമോ ഉണ്ടാകില്ല. ബൈബിളിൽ നമുക്ക് മറ്റൊരു കൂട്ടുകെട്ട് കാണാം, ദാവീദിനെയും ജോനാഥൻ്റെയും പോലെ. അവരുടെ സൗഹൃദം സ്വാർത്ഥതയിലോ അധികാരത്തിലോ ആയിരുന്നില്ല, സ്നേഹത്തിലും വിശ്വാസത്തിലും ഒരാൾ മറ്റൊരാളെ പടുത്തുയർത്തുന്ന സൗഹൃദമായിരുന്നു അത്. പുതിയ നിയമത്തിലാകട്ടെ ഗ്രീക്കുകാർ ഈശോയെ തേടുമ്പോൾ അന്ത്രയോസും ഫിലിപ്പോസും കൂടെ ഈശോയെ അവരുടെ അടുത്തേക്ക് എത്തിക്കും. നോക്കിയേ, അവരുടെ കൂട്ടുകെട്ട് ഒരാളെ ദൈവത്തിലേക്ക് കൊണ്ടുപോകുന്നതിന് ഉതകുന്നതായിരുന്നു. രണ്ടുപേരും കൂടുമ്പോൾ മൂന്നാമതൊരാളെ കുറ്റപ്പെടുത്താനാണ് പരിശ്രമിക്കുന്നതെങ്കിൽ, സ്നേഹം നിറഞ്ഞവരെ, അവിടെയൊക്കെ ക്രിസ്തു ക്രൂശിക്കപ്പെടുന്നുണ്ട്, സത്യം മരിക്കുന്നുണ്ട്. നമ്മുടെ കൂട്ടുകെട്ടുകൾ സത്യത്തെയും നീതിയെയും സംരക്ഷിക്കുന്നതാകട്ടെ. ആമേൻ.